സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ഛത്തീസ്ഗഡിലെ കബീർധാൻ ജില്ലയിൽ കവാർധ ടൗൺ ബസ് സ്റ്റാൻഡിലാണ്. കവാർധയിലുള്ള അതിപ്രശസ്തവും അതിപുരാതനവുമായ ഹൊരംദേവോ ക്ഷേത്രം ദർശിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഈ ബസ് സ്റ്റാൻഡിനുള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. മുഴുവൻ കച്ചവടമാണ്. തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കൂടെ പാടാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ഹൊരംദേവോ ക്ഷേത്രത്തിന് അങ്ങോട്ട് ബസ്സൊന്നുമില്ല. ജീപ്പോ ഓട്ടോറിക്ഷയോ വല്ലതും വിളിക്കേണ്ടി വരും. 400 രൂപ റേറ്റ് പറഞ്ഞ് ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ഓട്ടോയിലിപ്പം ഈ ഹൊരംദേവോ ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം വന്നു. തനി നാടൻ ഗ്രാമപ്രദേശമാണ്. 2 സൈഡ് മുഴുവനും കൃഷിയാണ്. കരിമ്പും നെല്ലും ചോളവും എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഓട്ടോയ്ക്കും ബസ്സിനും ഒക്കെ ഇവിടെ ചാർജ് തീരെ കുറവാണ്. റായ്പൂരിൽ നിന്നും ഇവിടെ കവാർധ വരെ വരാനായിട്ട് 130 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും ദൂരം വരാനായിട്ട് എനിക്ക് 150 രൂപയേ ആയുള്ളൂ ബസ്സിന്. ഓട്ടോറിക്ഷയ്ക്കും അതെ, ഇവർ കുറേ റേറ്റൊക്കെ പറയും. നമ്മളൊന്ന് പേശി നമുക്ക് പറ്റുന്ന റേറ്റിന് ആക്കി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഹൊരംദേവോ ക്ഷേത്ര കവാടത്തിങ്കലെത്തി. ഈ ചേട്ടനെ കണ്ടോ ബൈക്കിലിരിക്കും? ഇത് വിനയ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് എനിക്ക് ലിഫ്റ്റ് തന്നത് ഇവിടം വരെ. ഓക്കെ, ബൈ ഭയ്യ. ഓട്ടോറിക്ഷ ഇടയ്ക്ക് വെച്ച് പണി മുടക്കി. അപ്പം ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ഒരു പയ്യനാണ്. അയാൾ പറഞ്ഞു ഒരു 10-15 മിനിറ്റ് അവിടെ കിടന്ന് എൻജിൻ തണുത്തെങ്കിലേ വണ്ടി ഇനി സ്റ്റാർട്ടാവുള്ളൂ. അപ്പം ഞാൻ അതിലെ വന്ന് ഒരു ബൈക്കിന് കൈ കാണിച്ച് നിർത്തി അതേ കയറി പോന്നു. ഓട്ടോറിക്ഷക്കാരൻ പുറകെ വരും. തിരിച്ചതേ പോകാമെന്ന് വിചാരിക്കുന്നത്. ഈ വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വാതുക്കലായിട്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു പാർക്ക് പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി. ഈ ഹൊരംദേവോ ക്ഷേത്രത്തോടനുബന്ധിച്ച് 4 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഹൊരംദേവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാണ്. മധ്യപ്രദേശിലെ ഈ ഛത്തീസ്ഗഡിലെയും ഗോണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസികൾ ശിവനെ ഹൊരംദേവോ എന്ന പേരിലാണ് ആരാധിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഹൊരംദേവോ എന്ന് അക്കാലത്ത് പേര് വന്നത്. ഇവിടെ ഒരു ഫൗണ്ടൻ പോലെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഒരു നടരാജൻ്റെ ശില്പവും ഉണ്ട്. ഫൗണ്ടനൊന്നും ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ സീസൺ അങ്ങ് തുടങ്ങിയേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ സെറ്റായി വരുമെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് ഇവിടെയെല്ലാം കാണാൻ. പക്ഷേ ഇവിടെയെല്ലാം കണ്ടമാനം വേസ്റ്റൊക്കെ ഇട്ട് വൃത്തികേടായിട്ട് കിടക്കുവാണ്. ഈ നേരെ കാണുന്ന ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് ഹൊരംദേവോ ക്ഷേത്രത്തിലോട്ട് എത്താനായിട്ട്. ഈ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിലെത്തും. 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ഈ ഹൊരംദേവോയിലെ ക്ഷേത്രങ്ങളെല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രാങ്കണത്തിലോട്ട് പ്രവേശിക്കുകയാണ്. ഇവിടെ വേറൊരു ഗേറ്റ് അടച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ ബെഞ്ചുകളൊക്കെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് പണിതിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ മതിലിനോട് ചേർന്ന് പൊക്കി കെട്ടിയ ഒരു തറയുണ്ട്. അതിൽ ചില ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പഴയ ക്ഷേത്രത്തിൻ്റെ താഴ്ന്നു പോയ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന ദക്ഷിണ കോശലം ഭരിച്ചിരുന്ന നാഗ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഈ ഹൊരംദേവോ ഉൾപ്പെടെ ഇവിടെയുള്ള ഈ 4 ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ഇവിടുത്തെ ഏതോ ഒരു ക്ഷേത്രം അത് 2-ാം നൂറ്റാണ്ടിനും 3-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് പണി കഴിപ്പിച്ചതെന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള തടാകമാണ് ഈ കാണുന്നത്. ക്ഷേത്രക്കുളം എന്ന് പറഞ്ഞാൽ പോരാ, എന്നുവെച്ചാൽ വലിയതാണ്. അതുകൊണ്ട് തന്നെ തടാകം എന്ന് ഞാൻ പറഞ്ഞത്. അത് ബോട്ടിങ്ങും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഞാൻ അമ്പലത്തിൻ്റെ അടുത്തോട്ട് ചെന്നിട്ടില്ല. അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടിട്ടാകാം അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തോട്ട് കയറി ഇങ്ങേപ്പുറത്തെ സൈഡിലുള്ള മതിലിൻ്റെ ഗേറ്റിൽ കൂടെ ഇറങ്ങിയിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇതിൻ്റെ വേറൊരു ഗേറ്റാണ്. ഈ വശത്തൂടെ നമുക്ക് വരാൻ പറ്റും. ഇതിലെയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങ് തൊട്ട് അമ്പലത്തിൻ്റെ വാതുക്ക വരെ വരും. 5 മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഭയങ്കര തിരക്കുള്ള അമ്പലമാണെന്ന് തോന്നുന്നു. എനിക്ക് ക്യൂ നിൽക്കാനായിട്ട് ഒത്തിരി വെയിൽ പോലെയൊക്കെ പണിതിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഇവിടെ സീസൺ തുടങ്ങിയുള്ളൂ എന്നുള്ളതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല.
ഇതാണ് നമ്മുടെ ഭൊരംദേവ് ക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ്, റെനോവേഷൻ പരിപാടികൾ നടക്കുകയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വലിയ പൈപ്പുകളൊക്കെ ഇട്ട് നിലയൊക്കെ ഇട്ടിരിക്കുന്നത്. പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ഈ ഭൊരംദേവ് ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ്. നാഗരാജവംശത്തിലെ 2 രാജാക്കന്മാരായിരുന്ന ലക്ഷ്മൺ ദേവ് റായിയും ഗോപാൽ ദേവും അവരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിനകത്തും പുറത്തും ധാരാളം ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ പുറംഭിത്തിയിൽ കൂടുതലായിട്ടും രതിശില്പങ്ങളും അകത്ത് ദേവീദേവന്മാരുടെ ശില്പങ്ങളുമാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഈ നേരെ കാണുന്നത് ചെറിയൊരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. ഇതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് പണിതാണെന്ന് തോന്നുന്നത്. ഇതൊന്നും അത്ര പുരാതനമാണെന്ന് തോന്നുന്നില്ല. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം അമ്പലത്തിന് പുറത്ത് 1-2 പ്രദക്ഷിണമൊക്കെ വെച്ച് അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളും ഒക്കെ കണ്ടിട്ടേ അകത്തോട്ട് കയറി ദർശനം നടത്താറുള്ളൂ. അപ്പം ഞാൻ ഇതിന് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നേരെ മുകളിലോട്ട് പണിയുന്ന ക്ഷേത്രങ്ങളിലെ ഈ രീതിക്ക് പറയുന്നത് ഗുരൂർ സ്റ്റൈൽ എന്നാണ്. പൊതുവേ നോർത്ത് ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളെല്ലാം നഗര സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്. പക്ഷേ ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഗുരൂർ സ്റ്റൈലാണ്. ഇത് വളരെ യുണീക്കായിട്ടുള്ളതാണ്. വേറെ അങ്ങനെ അധികം സ്ഥലത്തൊന്നും ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിലുള്ള ക്ഷേത്രങ്ങളില്ല. ഈ കാണുന്ന കുറച്ച് താഴ്ന്ന നിലയിലുള്ള ഈ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള ക്ഷേത്രം. 2-ാം നൂറ്റാണ്ടിനും 3-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് പണിത ചുടുകട്ടയിൽ അഥവാ ഇഷ്ടികയിൽ പണിതിരിക്കുന്ന ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രതിഷ്ഠയും ശിവലിംഗവും ഉണ്ട്, അതുപോലെ തന്നെ ഉമാമഹേശ്വരനും ഉണ്ട്. കൂടാതെ ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഒരു ശില്പവും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ അമ്പലത്തിൽ ശ്രീകോവിലിൽ ഭഗവാൻ ഇരിക്കുന്നത് സ്റ്റെപ്പ് കയറി ചെന്നങ്ങ് മുകളിലായിട്ടാണ്. പക്ഷേ ഇവിടെ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഒരു കുഴിയിലായിട്ടാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പാണ്ഡു എന്ന് പറയുന്ന രാജാവാണെന്നാണ് പറയുന്നത്. മഹാഭാരതത്തിലെ പാണ്ഡു എന്ന് പറയുന്ന രാജാവ് തന്നെയാണോ ഇതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീകോവിൽ ഒഴിച്ചുള്ള ബാക്കി മുഴുവൻ ഭാഗങ്ങളും തകർന്നു പോയി. നമ്മളിപ്പം ഈ ചെറിയ ക്ഷേത്രത്തിൻ്റെ ഇത് ഛത്തീസ്ഗഡിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. ചെറിയ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതിൻ്റെ പുറയിലും ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. നമ്മൾ പ്രധാന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ അകത്തൊക്കെ മൊബൈലൊക്കെ അലൗഡ് ആണോ എന്ന് അറിയാൻ മേല. എന്തായാലും എല്ലാവരും എടുക്കുന്നുണ്ട്, ഞാനും എടുക്കുന്നുണ്ട്. ഇവിടെയും പ്രതിഷ്ഠ താഴോട്ട് ഇറങ്ങിയിട്ടൊരു കുഴിയിലായിട്ടാണ്. ഇതിനകത്തെല്ലാം നിറച്ച് കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കൊത്തുപണികളാണ്. ഈ ശ്രീകോവിലിൻ്റെ 2 സൈഡിലുമായിട്ട് ദശാവതാരങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അകത്ത് ശിവനാണേലും പുറത്ത് 2 സൈഡിലുമായിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് താഴെ ആ സിൽവർ കളറിലുള്ള സാധനത്തിൻ്റെ അകത്തുനിന്ന് താഴോട്ട് വെള്ളം തുള്ളി വീഴാനാണ്. അതിൻ്റെ ചുവട്ടിലായിട്ടാണ് ശിവലിംഗം ഉള്ളത്. ആൾക്കാർ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും കാണാൻ മേല. ശിവലിംഗ പ്രതിഷ്ഠയുടെ തൊട്ട് പുറകിലായിട്ട് 2-3 ഉപപ്രതിഷ്ഠകളുമുണ്ട്, ഗണപതി ഉൾപ്പെടെ. സീലിംഗിലുമൊക്കെ നിറച്ച് കൊത്തുപണികളുണ്ട്. ഞാൻ ശ്രീകോവിലിൻ്റെ അകത്തെ വീഡിയോ എടുത്തപ്പോൾ എടുക്കില്ലെന്ന് അവിടുത്തെ പൂജാരി പറഞ്ഞു. അതുകൊണ്ട് ഞാനിതിപ്പോൾ എടുക്കുന്നില്ല. ഇതിൻ്റെ അകത്തൊക്കെ നിന്ന് ആൾക്കാർ ഇഷ്ടംപോലെ ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് തൊഴുതുകൊണ്ട് നിൽക്കുന്ന രാജാവിൻ്റെ ഒരു ശില്പമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉമാമഹേശ്വരന്മാരാണ്. ചെറിയ ക്ഷേത്രമാണ്. അകത്ത് അധികം സ്പേസ് ഒന്നുമില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പക്ഷെ എന്നാലും നല്ല മനോഹരമായിട്ടുള്ള അമ്പലമാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. കിഴക്കോട്ട് ദർശനമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ ഈ കമ്പിയെല്ലാം നാട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ടൊക്കെ, എല്ലാം ശരിക്കും കിട്ടാനും ഒക്കെ ആയിട്ട്. ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ ഇവിടുത്തെ ഓഫീസും ചെറിയൊരു മ്യൂസിയം എല്ലാം കൂടിയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പടിഞ്ഞാറ് വശത്തൊഴിച്ച് ബാക്കി 3 വശത്തും വാതിലുകളുണ്ട്. ഇതിങ്ങോട്ട് കയറി വരാനുള്ള മറ്റൊരു വഴിയാണ്. ഇതിൻ്റെ ഈ പുറം ഭാഗത്തുള്ള ഈ ശില്പങ്ങൾ നിങ്ങൾക്ക് ശരിക്കും കാണാമോ എന്നറിയാൻ മേല, ഈ കമ്പിയെല്ലാം ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ അകത്ത് ദേവീദേവന്മാരുടെ ശില്പങ്ങളുണ്ട്. അതുകൂടാതെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് രതിശില്പങ്ങളാണ്. വാത്സ്യായനൻ്റെ കാമസൂത്രയിൽ പറയുന്ന രീതിയിലുള്ള രതിശില്പങ്ങൾ. അതിനകത്ത് പറയുന്ന പല പോസ്റ്ററുകളിലുള്ള രതിശില്പങ്ങളാണ് ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത് മുഴുവനും.
ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം പണിത നാഗരാജവംശത്തിലെ രാജാക്കന്മാർ അവർ താന്ത്രിസം അഥവാ തന്ത്രവിദ്യ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന താന്ത്രിക മതത്തിലെ ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഈ രതിശില്പങ്ങൾ ഇത്ര അധികമായിട്ട് ഇതിൻ്റെ പുറത്ത് മുഴുവനും കൊത്തിവെച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഈ രതിശില്പങ്ങൾ ഇത്ര അധികം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചെറിയ ക്ഷേത്രമാണെങ്കിലും ഈ ഭൊരംദേവോ ക്ഷേത്രം ഛത്തീസ്ഗഡിലെ ഖജുരാഹോ എന്ന് അറിയപ്പെടുന്നത്. ഏതായാലും അതിമനോഹരമായിട്ടാണ് ഈ ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത്. അകത്തെ ശില്പങ്ങളാണെങ്കിലും പുറത്തെ ശില്പങ്ങളാണെങ്കിലും അകത്തൊന്നും ഈ താന്ത്രിസവുമായിട്ട് ബന്ധപ്പെട്ട ഈ എറോട്ടിക് സ്കൾപ്ചേഴ്സ് ഒന്നുമില്ല. അകത്തുള്ളതെല്ലാം ദേവീ ദേവന്മാരുടെയും ഒക്കെ ശില്പങ്ങളാണ്. ഈ കയറി വരുന്ന കിഴക്ക് വശത്തെ നടയിൽ ഡോറിൻ്റെ 2 സൈഡിലായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത് ഗംഗയുടെയും യമുനയുടെയാണ്. അതുപോലെ തന്നെ അകത്ത് ശ്രീകോവിലിൻ്റെ 2 സൈഡിലായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളാണ്. ഛത്തീസ്ഗഡിലെ സാത്പുര റേഞ്ചസിൽ മായിക്കൽ ഹിൽസിലാണ് ഈ ഭൊരംദേവോ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഛത്തീസ്ഗഡിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് ഈ ഭൊരംദേവോ. സീലിംഗ് ആണ് ഇതിൻ്റെ. ഇത് പുറത്ത് നിന്നുള്ള ഭാഗം, ആ കയറുന്ന നടയുടെ തൊട്ട് വെളിയിലുള്ള സീലിംഗ് ആണ്. ഭൊരംദേവോ ക്ഷേത്രങ്ങളുടെ ഈ കൂട്ടത്തിൽ ആകെയുള്ള 4 ക്ഷേത്രങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 2 എണ്ണം നമ്മളിപ്പോൾ കണ്ടു. ഇനിയുള്ള 2 എണ്ണം ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ്. 2 സ്ഥലത്തും പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ മേല. എന്തായാലും ഒരിടത്ത് തിരിച്ച് പോകുന്ന വഴിക്കാണ്, അവിടെ ഞാൻ പോകുന്നുണ്ട്. ഉച്ചയോടുകൂടി ഇവിടുന്ന് മടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ രാവിലെ വന്നപ്പോൾ 10:30 ഇപ്പം മണി 12 മണിയോളം ആയിട്ടുണ്ട്. ദർശനത്തിന് ശേഷം തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ ആ പഴയ പാർക്കിൻ്റെ അങ്ങോട്ട് വന്നു. ഇനി ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ മാറിയാണ് മാധവ മഹൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദുൽഹദേവ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലമുള്ളത്. അതും വളരെ പുരാതനമാണ്. 14-ാം നൂറ്റാണ്ടിൽ പണിതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓട്ടോറിക്ഷ ഇവിടെയുണ്ടോ നോക്കട്ടെ, അതിൽ കയറിയിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. അല്ലെന്നുണ്ടെങ്കിൽ 10-15 കിലോമീറ്റർ ഇനി വേറെ വല്ല വണ്ടി അന്വേഷിക്കേണ്ടി വരും. കാണും, പുള്ളിക്ക് പൈസ കിട്ടേണ്ടതായതുകൊണ്ട് ഉറപ്പായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി മാധവ മഹൽ അല്ലെങ്കിൽ ദുൽഹദേവ ടെമ്പിൾ എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ മുൻപിലെത്തി. ഈ ഓട്ടോറിക്ഷയിലാണ് ഞാൻ വന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് കയറാൻ പോവാണ്. മണ്ഡുവ മഹൽ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബ്രാക്കറ്റിൽ മാധവ മഹൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പേര് മണ്ഡുവ മഹൽ എന്നായിരിക്കാം. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ദർശനമൊക്കെ നടത്താം. ഇവിടുത്തെ പ്രതിഷ്ഠയും ശിവലിംഗം തന്നെയാണ്. നാഗരാജവംശത്തിലെ രാമചന്ദ്രദേവ് എന്ന് പറയുന്ന രാജാവ് 1349 ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. രാമചന്ദ്രദേവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രാജ്ഞി അംബികാദേവിയുടെയും വിവാഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 16 കൂറ്റൻ തൂണുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും പ്രതിഷ്ഠ ഇരിക്കുന്നത് മുകളിലല്ല, താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് താഴെയായിട്ടാണ് ശിവലിംഗം ഇരിക്കുന്നത്. താഴോട്ട് ഇറങ്ങാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ മേല, അതുകൊണ്ട് ഞാൻ മുകളിൽ നിന്ന് തൊഴുതുന്നേ ഉള്ളൂ. ചെറിയൊരു ശിവലിംഗമാണ്. വലിയ ആർഭാടമൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ടുള്ള പണികളാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. തൂണുകളിലാണേലും അങ്ങനെ വലിയ കൊത്തുപണികളൊന്നുമില്ല. നമ്മൾ മുൻപ് കണ്ട ഭൊരംദേവോയിലെ പ്രധാന ക്ഷേത്രത്തിലുള്ളതുപോലെ തന്നെ ധാരാളം രതിശില്പങ്ങൾ ഇവിടെ ഈ ക്ഷേത്രത്തിലും ഉണ്ട്. താന്ത്രിസം ഫോളോ ചെയ്യുന്ന രാജാക്കന്മാരായിരുന്നു ഈ നാഗരാജവംശത്തിലെ രാജാക്കന്മാർ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വാത്സ്യായനൻ്റെ കാമസൂത്രത്തിൽ പറയുന്ന രീതിയിലുള്ള
വിവിധ രതി പോസ്റ്ററുകളിലുള്ള ശില്പങ്ങൾ ഈ ക്ഷേത്രഭിത്തികളിലൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് കൊത്തിവെച്ചിട്ടുള്ളത്. ഈ താന്ത്രിസം എന്താണെന്ന് അറിയാൻ മേലാത്തവർ നമ്മുടെ മലയാളത്തിൽ ശ്വേതാമേനോനും സിദ്ദിഖും ഒക്കെ അഭിനയിച്ച തന്ത്ര എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. ഈ രതിശില്പങ്ങളാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. നമ്മളവിടെ ഭൊറംദേവോയിൽ കണ്ട അത്രയും അധികമായിട്ടില്ല, എന്നാലും കുറേ ശില്പങ്ങൾ ഇവിടെയും ഉണ്ട്. ഭൊറംദേവോയിലെ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം 3 നമ്മൾ കണ്ടു. ഇനി കാണാനുള്ള ഒരെണ്ണം കൂടിയാണ്. അങ്ങോട്ട് തൽക്കാലം ഞാൻ പോകുന്നില്ലെന്നാണ് വെച്ചിരിക്കുന്നത്, സമയം ഒത്തിരി ആയതുകൊണ്ട്. ചെർക്കി മഹൽ എന്നാണ് അതിൻ്റെ പേര്. ഇവിടുത്തെ കന്നുകാലി മേയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നാഗരാജവംശത്തിലെ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിൽ പണിത ശിവലിംഗ പ്രതിഷ്ഠയോട് കൂടിയ ഒരു ചെറിയ ക്ഷേത്രമാണത്. അപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.